വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് നൂൽപ്പുഴ കാപ്പാട് സ്വദേശി മാനു. ഇന്നലെ വൈകിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. അനൂപാണ് ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. അനൂപ്, ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്നലെ വൈകുന്നേരമാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ കേരള തമിഴ്നാട് വനാതിർത്തി മേഖലയായ കാപ്പാട് ഉന്നതിയിലെ മനു ഈ വിധത്തിൽ കാട്ടാരിയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെടുന്നത്. അത് തുടർന്ന് ഈ സ്ഥലത്ത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത് രാവിലെ മുതൽ സ്ഥലത്ത് വലിയ പ്രതിഷേധമെല്ലാം നിലനിൽക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയെ സ്ഥലത്തെത്തി ഈ പ്രതിഷേധിച്ച നാട്ടുകാരുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം മാറ്റാൻ ജനങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുവിന്റെ മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് തീരുമാനം. ഏതായാലും ഇന്ന് നടന്ന ഈ ചർച്ചയിൽ ഈ കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ മേഖലയിലെ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു ജോലി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നഷ്ടപരിഹാരം, ഈ പ്രദേശത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യത്തിന് ഒരു പരിഹാരം എന്നതായിരുന്നു പൊതുവിൽ നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഏതായാലും ഈ വരുൺ ഡാലിയുടെ വൈൽഡ് ലൈഫ് വാർഡന്റെ സാന്നിധ്യത്തിൽ വയനാട് വലിയ പഞ്ചായത്തിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വം നടത്തിയ ചില ചർച്ചകളുടെയും മറ്റു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാനും നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപ എത്രയും വേഗം തന്നെ കുടുംബത്തിന് നൽകാനും പ്രദേശത്ത് വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിനുള്ള അനൂപാണ് വിശദാംശങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നൽകിയത്.